വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ മതവിജ്ഞാനത്തിന്റെ തേനലകൾ മലർക്കെ തുറന്നു നൽകി പത്തരമാറ്റിന്റെ തങ്കത്തിളക്കത്തോടെ അഭിമാനമായി നിൽക്കുന്ന മദ്രസ വിദ്യാർത്ഥികളും മാനേജ്മെന്റും അധ്യാപകരും മഹല്ല് നിവാസികളും പൂർവ്വ വിദ്യാർത്ഥികളും ചേർന്ന് സംയുക്തമായി സംഘടിപ്പിച്ച മുസൽമാന്റെ ചങ്കിലെ ചോരയായ, ഹൃദയത്തിന്റെ തുടിപ്പായ, മനസ്സിന്റെ കാതലായ, കരളിന്റെ കഷ്ണമായ, ലോകത്തിന് അനുഗ്രഹീതമായി നിയോഗിക്കപ്പെട്ട തിരുജന്മം മുത്തൊളി താജൊളി സയ്യിദുന ഹബീബുന മുജ്തബ മുർത്തള ഷഫീഉൽ വറ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1494 ജന്മദിനം ആഘോഷത്തിൽ ചഞ്ചല പാദതാള ലയനമേറുന്ന ദഫ്മുട്ടിന്റെ അകമ്പടിയോടെ മനോഹരമായ മദ്ഹിന്റെ കീർത്തനങ്ങൾ, മാപ്പിളപ്പാട്ടിന്റെ ഈരടികൾ, മനദാരിൽ ഇഷ്കിന്റെ തേന്മഴ തീർത്ത് തക്ബീറിന്റെ മന്ത്രധ്വനികൾ വാനിലുയർത്തി ഏറ്റിച്ചൊല്ലി ചുവട് വെച്ച് അണിയണിയായി നിങ്ങൾക്ക് മുന്നിലൂടെ കടന്നു പോകുന്ന ഈ മനോഹരമായ ആഘോഷത്തിൽ ഏവർക്കും മദ്രസയുടെ 1000 നബിദിനാശംസകൾ നേരുന്നു. 1400 ആണ്ടുകൾക്കപ്പുറം അന്ധകാർ നിബിഡമായ അറേബ്യൻ മണലാരണ്യത്തിലെ അപരിഷ്കൃതരോടും അന്ധവിശ്വാസികളോടും അടരാടി തൗഹീദിന്റെ ശത്രുക്കളെ സ്നേഹത്തിലൂടെയും സഹനത്തിലൂടെയും സഹവർത്തത്തിലൂടെയും ഇസ്ലാമിന്റെ ഇഷ്ടസേവകരാക്കി മാറ്റിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1494 ജന്മദിനമാഘോഷത്തിന്റെ ഭാഗമായി നടത്തപ്പെടുന്ന പ്രൗഢഗംഭീരമായ നബിദിന സന്ദേശ ഘോഷയാത്രയാണ് ഈ വഴിത്താരയിലൂടെ നിരവധി സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് കടന്നു വരുന്നത്. ആശീർവദിച്ചാലും അനുമോദിച്ചാലും സഹൃദയരെ, വിശ്വാസി മനസ്സകമിൽ സന്തോഷത്തിന്റെ നറുനിലാവി നിറച്ച് ആരംഭ റസൂൽ മുത്തുനബി തങ്ങളുടെ 1494 ജന്മദിന പുലരി വീണ്ടും ആഗതമായി. ഏവർക്കും നബി ജന്മദിന സന്തോഷ പുലരിയുടെ 1000 ആശംസകൾ. ദഫിന്റെ ചുടുലതാള വർണ്ണ മനോഹാരിത തീർത്ത് പ്രവാചക പ്രകീർത്തന മധുര ഇശലുകൾ പാടി മദ്രസ വിദ്യാർത്ഥികളുടെ മീലാദ് ഘോഷയാത്രയാണ് ഒരു നാടിന്റെ പ്രവാചക സ്നേഹ നിറ സന്തോഷമായി, ആഘോഷമായി, ആവേശമായി, ആമോദമായി ഈ പ്രദേശത്തിന്റെ മണ്ണും മനസ്സും കീഴടക്കി പ്രഭവിതറി ശാന്തസുന്ദരമായി കടന്നു വരുന്നത്. ആശീർവദിക്കുക, അനുമോദനത്തിന്റെ 1000 പ്രാർത്ഥനാ പൂച്ചെണ്ടുകൾ അർപ്പിക്കുക. മനുഷ്യകരങ്ങളുടെ ഇടപെടലിലൂടെ കരയിലും കടലിലും പ്രശ്നങ്ങളായി എന്ന് 14 നൂറ്റാണ്ട് മുമ്പ് വിളിച്ചു പറഞ്ഞ വിശുദ്ധ ഖുർആനുമായി കടന്നു വന്ന പ്രവാചകൻ പ്രളയവും ഉരുൾപൊട്ടലും മഴക്കെടുതിയും നാടും നഗരവും വാഹനങ്ങളും ഭവനങ്ങളും ജലം കയറി നശിക്കുന്നതും നൂറുകണക്കിന് ആളുകൾ ജീവവായു ലഭിക്കാതെ മണ്ണിനടിയിൽ കുടുങ്ങി പിടഞ്ഞു മരിക്കുകയും ദിവസങ്ങളോളം തിരഞ്ഞിട്ടും മൃതദേഹം പോലും കണ്ടെത്താനാവാതെ അവർ മരിച്ചെന്ന് കരുതാമെന്ന് സർവകക്ഷി യോഗം ചേർന്ന് തീരുമാനിക്കുകയും ചെയ്ത ഈ ആഗസ്റ്റ് മാസത്തിന് ശേഷമുള്ള ഈ നബിദിനത്തിൽ നമുക്ക് സ്മരിക്കാം, പ്രകൃതിയെ നശിപ്പിക്കരുതെന്നും അതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും 1400 വർഷങ്ങൾക്ക് മുമ്പ് വിളംബരം ചെയ്ത ആ പുണ്യ നബിയെ. മരങ്ങൾ മുറിക്കരുതെന്നും അനാവശ്യമായി കെട്ടിട നിർമ്മാണങ്ങൾ നടത്തരുതെന്നും നീയൊരു മരം നട്ടുപിടിപ്പിച്ചാൽ നിനക്കതിന് കണക്കറ്റ പ്രതിഫലമുണ്ടെന്ന് പഠിപ്പിക്കുകയും ചെയ്ത എക്കാലത്തെയും പ്രകൃത സംരക്ഷകൻ, വിശ്വാചാര്യൻ, റൂഹി ഫിദാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1494 ജന്മദിനത്തിന് 1000 ആശംസകൾ. അനാഥ ബാലനായും സർവവും തികഞ്ഞ വ്യാപാരിയായും ഉത്തമ മാതൃകാ ഭർത്താവായും കുടുംബനാഥനായും സാമൂഹ്യ പരിഷ്കർത്താവായും സ്ത്രീ ശാക്തീകരണത്തിന്റെ പാഠങ്ങൾ രചിച്ചും മനുഷ്യാവകാശത്തിന്റെ ജേതാവായും അനാഥ അഗതി സംരക്ഷകനായും ഉജ്ജ്വല ഭരണകർത്താവായും പലായനം ചെയ്തും പട്ടിണി കിടന്നും സർവസൈന്യാധിപനായും ചരിത്രത്തെ വിസ്മയിപ്പിച്ച തുല്യതയില്ലാത്ത അനുപമമായ ബഹുമുഖ പ്രതിഭാവിലാസം അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുത്തൊളി യാസീൻ റസൂലരുടെ മീലാദ് സുദിനത്തിൽ നമുക്കൊരുമിക്കാം, മധുഹുകൾ പാടിപ്പറയാം. പിറന്ന നാടും വീടും ഇട്ടെറിഞ്ഞ് പലായനം ചെയ്ത് പട്ടിണിയും പരിവട്ടവുമായി മലയിടുക്കുകളിൽ ജീവിതം ദുരിതക്കടലിൽ ആടി ഉലഞ്ഞപ്പോഴും അചഞ്ചലമായ വിശ്വാസദാർഢ്യത കൊണ്ട് മനക്കരുത്ത് കാട്ടി തൗഹീദിന്റെ കൊടിയടയാളം ഉയർത്തിപ്പിടിച്ച മുത്തുനബിയും അനുചരന്മാരും വിശ്വാസി മനസ്സുകൾക്ക് എന്നും പാഠമാണ്. ആരംഭ റസൂൽ തങ്ങളുടെ മീലാദ് സുദിനത്തിൽ നബിചര്യ മുറുകെ പിടിക്കലാണ് ലോകത്തിന്റെ മോക്ഷം എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നമുക്ക് പരിശ്രമിക്കാം പുതിയൊരു ലോകത്തിനായി.
അറേബ്യയുടെ സുവർണ രാജകുമാരനായി വിശ്വാസഹൃദയങ്ങളിൽ നിറഞ്ഞു പരിലസിച്ചപ്പോഴും നാട്യങ്ങളില്ലാതെ കൊട്ടാരങ്ങളില്ലാതെ വിനയാന്വിതനായി ലളിതലാളിത്യ കർമ്മധന്യ ജീവിതം കൊണ്ട് മാതൃകാ രാജ്യഭരണ സേവന പാഠങ്ങൾ രചിച്ച ലോകം ദർശിച്ച എക്കാലത്തെയും മികച്ച ഭരണാധികാരി, പ്രകാശത്തിനുമേൽ പ്രകാശം, ലോകത്തിന്റെ വഴികാട്ടി ത്വാഹാ റസൂലിന്റെ മീലാദ് പുലരിയിൽ അണിചേരുക. മതാന്തതയുടെ വിഷവിത്തുകൾ വിതറി മനുഷ്യ മനസ്സുകൾക്കിടയിൽ മതിലുകൾ തീർത്ത് മതസൗഹാർദ്ദത്തിന്റെ സ്നേഹശീലുകൾ അസ്തമിക്കുന്ന കാലത്ത് മാനുഷിക മൂല്യങ്ങളും സംസ്കാരങ്ങളും മതസൗഹാർദ്ദവും ഉയർത്തിപ്പിടിച്ച് 6-ാം നൂറ്റാണ്ടിലെ അന്ധകാരത്തിൽ വെള്ളി വെളിച്ചമായി വിശ്വാസത്തിന്റെ പ്രഭ വിതറി ഉദയം കൊണ്ട പുണ്യപൂമുത്ത് യാസീൻ റസൂൽ തങ്ങളുടെ ജന്മദിന പുലരിയിൽ അണിചേരു.